ലാലേട്ടൻ എടുത്തിട്ട് കുടഞ്ഞിട്ടും കണ്ട് എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന അനുമോൾ പറയുന്നത് സത്യമാണെന്ന് വാദിക്കുന്ന നാണമില്ലാത്ത അടിമകളോട് പറയാനുള്ളത് അനുമോൾക്ക് ഇനി അങ്ങനെയേ പറയാൻ കഴിയുള്ളൂ. കണ്ടില്ല എന്ന് സമ്മതിച്ചാൽ നേരത്തെ ജിസേലിന് കൊടുത്ത വാക്കനുസരിച്ച് അനുമോൾ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്ന് ജിസേൽ പറയും. കൂടാതെ അനുമോളുടെ സകല ക്രെഡിബിലിറ്റിയും പോവും, പുറത്തെല്ലാം വൻ നെഗറ്റീവുമാകും. ശരി, കണ്ടില്ല. ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങളിവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക. ഓക്കെ, നിങ്ങളിത് കണ്ടല്ലോ. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റോഡ് സൈഡിൽ ഒരു വണ്ടി ഓടിച്ചതിൻ്റെ ഇടയ്ക്ക് തലവേദന എന്തോ എടുത്തിട്ട് വണ്ടി ഒതുക്കിയിട്ട് റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ റോഡിൻ്റെ വശത്തുള്ളൊരു വീടിനകത്തുള്ളൊരു സ്ത്രീയും അവരുടെ മകളും കൂടെ പുറത്തിറക്കി വന്നിട്ട് ഇവരെ ഒരുമാതിരി ആൾക്കൂട്ട സദാചാര വിചാരണ ചെയ്യുന്നൊരു കാര്യമാണ്. ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ചെയ്യുന്ന കമൻറ്റ് കാണുക. 17.1K ലൈക്ക് കിട്ടിയ കമൻറ്റ് എന്താണെന്ന് അറിയാമോ? അനുമോൾ ഫാൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അനുമോൾ ഫാൻസ് ആയിരിക്കും എന്നുള്ളതാണ് ആ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ബിഗ് ബോസിലെ ഞാൻ കുറേ അധികം ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇന്നലെ ലാലേട്ടൻ വന്ന പ്രൊമോയൊക്കെ വന്നത് മുതൽ കാണണമെന്ന് ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ കണ്ടു. അനുമോളെ പൊരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ അപ്പാനി ശരത്തിനെ പറഞ്ഞു വിടുന്നത് കണ്ടു, എവിക്റ്റ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ രേണുസുതി വളരെ എന്താ പറയുക, അവർക്ക് അഭിമാനിക്കാം. അവർ വാക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പറ്റത്തില്ല എന്ന് തോന്നിയ പണിക്ക് നിൽക്കാതെ പോയി. ഇങ്ങനെ 3-4 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനെന്നുള്ള വ്യക്തി അതിനകത്ത് നിന്ന് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചിട്ട് ഇന്ന വ്യക്തി അത് ചെയ്തു, ഇന്ന വ്യക്തി ഇത് ചെയ്തു, അങ്ങനെ വലിയ സംഭവമായിട്ട് മാറി എന്നുള്ളതൊന്നും അല്ല. ഇത് ഈ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. അതിന് മുൻപുള്ള കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസും റന ഫാത്തിമയും പുറത്തൊരിടത്തിരിക്കുന്നു. അത് എന്ത് കാരണത്താണെന്ന് അറിയത്തില്ല. കാരണം ഞാനത് കണ്ടിട്ടുകൂടിയില്ല. അത് എന്തെങ്കിലും പണിഷ്മെൻറ്റ് വല്ലതും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വരാം. ഈ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് തുടക്കത്തിന് മുമ്പ് തന്നെ ഞാൻ കേട്ടൊരു പേരുദോഷമായിരുന്നു, ഞാൻ രേണുസുതിയുടെ PR ആണെന്ന്. അതെന്തായിരുന്നാലും ഇന്നലെ ഈ അവരെ BB ഹൗസിൽ നിന്ന് ഇറങ്ങിയ ആ സ്പോട്ട് മുതലാണ് എനിക്കിനി വീഡിയോ ചെയ്യണമെന്നൊരു തീരുമാനം ഞാൻ തന്നെ എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നിങ്ങളെല്ലാവരും കണ്ട കാര്യങ്ങളുടെ അകത്ത് അനുമോൾ ആണല്ലോ മെയിൻ ഹൈലൈറ്റ് വിഷയം. അനുമോൾ ലാലേട്ടൻ വിറപ്പിച്ചു. അനുമോൾ കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് തിരുത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. അനുമോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൻ്റെ അകത്ത് രണ്ടാമത് ആര്യൻ വന്ന് വീണ്ടും ചോദിക്കുന്ന കാര്യം, അനുമോൾ ഈ സ്റ്റബേണായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് അത്ര നല്ലതല്ല എന്നുള്ള കണ്ടവരുടെ ലൈഫ് എന്നൊക്കെ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അനുമോൾ അന്ന് ചെയ്ത ആ ഒരു പ്രവൃത്തിയെ, അഥവാ ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് വളരെ മോശമായ രീതിയിൽ ഒരു ഒളിഞ്ഞുനോട്ടം പരിപാടി നടത്തിയതിനെ വളരെ നിശ്ചിതമായിട്ട് തന്നെ ഞാൻ വിമർശിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിനകത്ത് ഇപ്പോഴും ഞാൻ മാറി നിൽക്കുന്നില്ല. അതങ്ങനെ തന്നെയാണ് എൻ്റെ ചിന്ത അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഇന്നലെ ലാലേട്ടൻ വന്ന സമയത്ത് അനുമോൾ അത് എന്തുകൊണ്ട് മാറ്റി പറഞ്ഞിട്ടില്ല. അഥവാ അനുമോൾ ആ ഒരു കാര്യത്തിന് ഉറച്ചു നിൽക്കുന്നത് പോലെ നിന്നു. ബിബിക്ക് മുട്ടുമടക്കേണ്ടി വന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് അനുമോൾ നിശ്ചയദാർഢ്യത്തോട് നിന്നു എന്നുള്ളൊരു കാര്യം അനുമോൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഓഡിയൻസിന് വളരെയധികം ആശാസ്യകരമായിട്ട് ഉള്ളതായിരിക്കുമെങ്കിലും ഈ ഒരു പോസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഏതാണ്ട് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്സ് എല്ലാം ഈ ഒരു പോസ്റ്റിൽ വരുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. ലാലേട്ടൻ എടുത്തിട്ട് കുടഞ്ഞിട്ടും കണ്ട് എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന അനുമോൾ പറയുന്നത് സത്യമാണെന്ന് വാദിക്കുന്ന നാണമില്ലാത്ത അടിമകളോട് പറയാനുള്ളത് അനുമോൾക്ക് ഇനി അങ്ങനെയേ പറയാൻ കഴിയുള്ളൂ. കണ്ടില്ല എന്ന് സമ്മതിച്ചാൽ നേരത്തെ ജിസേലിന് കൊടുത്ത വാക്കനുസരിച്ച് അനുമോൾ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്ന് ജിസേൽ പറയും. കൂടാതെ അനുമോളുടെ സകല ക്രെഡിബിലിറ്റിയും പോവും, പുറത്തെല്ലാം വൻ നെഗറ്റീവുമാകും. അനുമോൾ കണ്ട കാര്യം എന്താണ്, എന്നാണ്, ഏത് സമയത്താണെന്നത് അനുമോൾക്ക് പോലും വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് അനുമോൾ പറയുന്ന കള്ളം പൊളിച്ചെടുക്കാൻ ബിഗ് ബോസിന് പോലും സാധിക്കില്ല. കേവലം 1 മണിക്കൂർ മാത്രമുള്ള എപ്പിസോഡിൽ 3-4 ദിവസത്തെ പല മണിക്കൂറുകൾ ദൈർഘ്യമുള്ള വീഡിയോസ് മൊത്തം പ്ലേ ചെയ്ത് തെളിവ് നിരത്താൻ ബിഗ് ബോസിന് പറ്റില്ല. അല്ലെങ്കിൽ അനുമോൾ പറയണം എന്ന് ഏത് സമയത്ത് ആണ് കണ്ടത് എന്ന്. അത് പറഞ്ഞാൽ ആ സെക്കൻഡിൽ BB പൊളിക്കും അനുമോളുടെ കള്ളം. അത് പറയാൻ അനുമോൾക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നടക്കാത്ത സംഭവത്തിൻ്റെ വീഡിയോ തെളിവ് നിരത്താനും സാധിക്കില്ല.
ഇനി ജിസേലിനെയും ആര്യനെയും രക്ഷിക്കാൻ ബീബി കളിക്കുന്ന കളിയാണ് ഇതെന്ന് വാദിക്കുന്നവരോട് ബീബിക്ക് ഇവരെ രക്ഷിച്ചിട്ടൊന്നും നേടാനില്ല. അത് വളരെ സത്യമായിട്ടുള്ള കാര്യം. ഇവർ തമ്മിൽ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബിഗ് ബോസിന്റെ കണ്ടന്റാണ്. കല്യാണം ഉറപ്പിച്ച ജാസ്മിനും ഗബ്രിയും ചെയ്തത് കാണിക്കാമെങ്കിലാണോ സിംഗിൾസ് ആയിട്ടുള്ള ജിസേലിനും ആര്യനും ചെയ്ത് കാണിക്കാൻ ബീബിക്ക് മടി? ഇതിലും വലുത് വരെ ബീബി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നടക്കാത്തൊരു കാര്യം നടന്നു എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കണ്ടസ്റ്റന്റിനെ അപമാനിക്കാൻ ബീബി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. ഇത് വളരെ വലിയൊരു പോയിന്റാണ്. ബാക്കി പിന്നാലെ പറയാം. തങ്ങൾ കിസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ജിസേലിനും ആര്യനും കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല. കിസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കാൻ ഒരു മടിയുമില്ല. അവർ രണ്ടുപേരും അത്രയ്ക്ക് ബോൾഡായ ആളുകളാണ്. ഇത്ര വലിയ ആരോപണം തനിക്ക് നേരെ ഉണ്ടായിട്ടും അത് കാമായി നിന്ന് കേൾക്കുകയും പിന്നീട് അനുമോളെ സമാധാനപരമായി ഉപദേശിക്കുകയും ചെയ്യുന്ന ജിസേലിനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇനി യഥാർത്ഥ ഇഷ്യൂ ഇതൊന്നുമല്ല, അത് സദാചാരമാണ്. ആര്യന് ജിസേലിനെ കിസ് ചെയ്തെന്ന് ആരോപിച്ച് അനുമോൾ, മസ്താന്, ജിഷിൻ എന്നിവർ ചേർന്ന് നടത്തിയ ആൾക്കൂട്ട വിചാരണയും ഡെമോൺസ്ട്രേഷൻ നാടകവും വരെ വളരെ ചീപ്പായ തരംതാണ പ്രവൃത്തിയാണെന്ന് ലാലേട്ടൻ ലോകം മൊത്തം പറഞ്ഞിട്ടും അതിൽ ജിഷിൻ ഒഴികെ ആരും തെറ്റ് ചെയ്ത് സമ്മതിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. അവർ കിസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാവട്ടെ, ഡെമോൺസ്ട്രേഷൻ എന്ന പേരിൽ നടത്തിയ സദാചാര ആഘോഷം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് അനുമോളും ഗ്യാങ്ങും മാപ്പ് പറഞ്ഞു തീരൂ. ആക്ച്വലി അനുമോളിനെ ന്യായീകരിക്കുന്ന ഈ സമയവും ന്യായീകരിക്കുന്നവരോട് എനിക്ക് കാര്യം പറയാം. കാലം 2025. ഇവിടെ നടക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ഷോയുടെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന വലിയ ഷോയുടെ ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ബിഗ് ബോസ് ആണ്. ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഈ ആര്യനും അതുപോലെ തന്നെ ജിസയിലും ഈ ഉമ്മ വെച്ചു എന്നുള്ള സാധനം അനുമോളുടെ ആരോപണം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ബിഗ് ബോസിൻ്റെ സംഘാടക പരിപാടികളെക്കുറിച്ചും അതിൻ്റെ അകത്തുള്ള ഇന്റേണൽ കളികളെക്കുറിച്ചും അത്യാവശ്യം ഒരു ധാരണ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാം. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്പോട്ടിൽ ആ സാധനം എടുത്തിട്ട് കൊടുത്തിട്ട് ആ ദിവസത്തെ TRP നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലപ്പുറം വാണം വിട്ട റോക്കറ്റ് പോലെ ഉയർത്താൻ വേണ്ടി കഴിവുള്ള ടീമാണ് ബിഗ് ബോസ്. അവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ, നമ്മളെല്ലാവരും കാണേണ്ട അറപ്പ് തോന്നുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ബിഗ് ബോസ് കാണിക്കും. അതെല്ലാം കാണിച്ചാലാണ് അവർക്ക് TRP കിട്ടുക. ആ റേറ്റിങ്ങിലാണ് അവരുടെ ഭയങ്കരമായിട്ടുള്ള വരുമാനം അവരുണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ളൊരു ഷോ, ആ ഷോയ്ക്കകത്ത് അനുമോൾ പറഞ്ഞൊരു സംഭവത്തിനെ അനുമോൾ പറഞ്ഞതിനെ ശരിക്കും ഇന്നലെ ലാലേട്ടൻ തന്നെ അഥവാ ബിഗ് ബോസ് എന്നെ പൊളിച്ചു. അതായത് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ജിസയിൽ പുറത്തുനിന്ന് സംസാരിക്കുന്ന ഒരു കാര്യം ജിസയിൽ വളരെ മാന്യമായിട്ട് ഇത് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു ഗ്രഡ്ജ് പോലത്തെ പരിപാടി പറഞ്ഞു. എന്നാൽ അനുമോളെക്കുറിച്ച് ഒരു അനാവശ്യം പറഞ്ഞു, അനുമോളെക്കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ കിടന്ന് കാണിച്ച അനുമോൾ കാണിച്ച ഷോ ഓഫിനെ കുറിച്ച് അവിടെ തുറന്ന് കാണിച്ചപ്പോൾ അനുമോൾ എന്തൊക്കെയാണ് ആ കാണിച്ചെന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടു. അഥവാ നിലവിട്ട രീതിയിൽ കൈ നിന്ന് പോയ രീതിയിൽ എന്തൊക്കെയാണ് വിളിച്ചു കൂട്ടുന്നത്, എടാ പോടാ വിളി അടക്കം ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുമോളുടെ ആ ഒരു ക്യാരക്ടറിനെ ഇന്നലെ എക്സ്പോസ് ചെയ്തത് ബിഗ് ബോസ് തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഈ ഒരു കാര്യം അഥവാ കണ്ടു എന്നുള്ളൊരു കാര്യം സത്യം, ഇതിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി ഞാൻ അഥവാ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അത് ഇനി തിരുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജിസയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമോൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ടി വരും, ഷോയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അനുമോൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നതും ആ ഒരു സംഭവങ്ങളെല്ലാം കേട്ടുകൊണ്ടും കരയാതെ നിൽക്കുന്നതൊക്കെ അനുമോളുടെ വളരെ വലിയൊരു മഹാമനസ്കതയായിട്ട് ചിന്തിക്കരുത്. ഇതൊരിക്കലും സമൂഹത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമേ അല്ല. ബിഗ് ബോസ് എന്നൊരു ഷോയ്ക്കകത്ത് ഇൻഡിവിജ്വൽസ് ആണ് വരുന്നത്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഉമ്മ വെച്ചോട്ടെ, എന്താ പ്രശ്നം? ഇവിടെ പിന്നെ പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് കൊച്ചുകുട്ടികളും കുടുംബ പ്രേക്ഷകർ, ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം, കൊച്ചുകുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും കാണണമെങ്കിൽ മാത്രം കാണാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 16 വയസ്സിന് ശേഷം മാത്രമുള്ളവർ കാണാനുള്ള ഷോയാണ് ബിഗ് ബോസ്. ആ 16 വയസ്സിന് ശേഷമുള്ള ഒരു അഡോളസെൻറ്റിലുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഷോയ്ക്കകത്ത് കൊച്ചുകുട്ടികളെ കാണിക്കേണ്ട കാര്യമില്ല. 16 വയസ്സിന് ശേഷം അല്പം മെച്യൂരിറ്റിയും പക്വതയും വന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഷോയാണ്. അത്രയും മാത്രം ടോക്സിക് ആയിട്ടുള്ള ഷോയാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ എൻ്റെ കുട്ടികളെ ഈ സാധനം കാണിക്കാറില്ല. കാരണം അതവർ കാണേണ്ട കാര്യമില്ല, അത്രത്തോളം താല്പര്യമുള്ള കാര്യമല്ല. നിങ്ങൾ കാണിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം, ഇനി കുട്ടികൾ വേണ്ട വഴിതെറ്റെന്ന് പറയുന്നത് അത് ന്യായമല്ല. കാരണം ഇത് 16 വയസ്സിന് മേലുള്ളവർക്കുള്ള ഷോ ആണ്. പിന്നെ കുടുംബ പ്രേക്ഷകരിലേക്ക് വരാം. ഈ ഒരു സാധനം നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം, ഒരു വീടിൻ്റെ ഉള്ളിൽ അവരുടെ വ്യക്തികൾ, 2 സുഹൃത്തുക്കൾ, ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക, ഞങ്ങളിവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല, ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക. ഓക്കെ, നിങ്ങളിത് കണ്ടല്ലോ. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റോഡ് സൈഡിൽ വണ്ടി ഓടിച്ചതിൻ്റെ ഇടയ്ക്ക് തലവേദന എന്തോ എടുത്തിട്ട് വണ്ടി ഒതുക്കിയിട്ട് റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ റോഡിൻ്റെ വശത്തുള്ളൊരു വീട്ടിനകത്തുള്ളൊരു സ്ത്രീയും അവരുടെ മകളും കൂടെ പുറത്തിറക്കി വന്നിട്ട്
ഇവരെ ഒരുമാതിരി ആൾക്കൂട്ട സദാചാര വിചാരണ ചെയ്യുന്നൊരു കാര്യമാണ്. ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ചെയ്യുന്ന കമൻറ്റ് കാണുക. 17.1K ലൈക്ക് കിട്ടിയ കമൻറ്റ് എന്താണെന്ന് അറിയാമോ? അനുമോൾ ഫാൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അനുമോൾ ഫാൻസ് ആയിരിക്കും എന്നുള്ളതാണ് ആ കമൻറ്റിൽ പിൻ ചെയ്ത് ചെയ്യുന്ന കമൻറ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു മറ്റു പ്രതിധ്വനിയാണ്. എന്തിനാണ് കണ്ടവൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്തുള്ള വളരെയധികം പേഴ്സണലായിട്ടുള്ള സ്വകാര്യതകൾ എന്തിനാണ് ഇത്രത്തോളം വീർപ്പ് മുട്ടി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഇവിടെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അവർ വേറെന്തോ കാണിച്ചു എന്നുള്ള രീതിയിൽ ആ കുട്ടിയും, ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല, അത് ഒരുപാടുണ്ട്, ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും കൂടെ വന്നിരുന്നിട്ട് വിചാരണ ചെയ്യുകയാണ്. ആ കമൻറ്റ് ബോക്സിൽ കണ്ട കമൻറ്റാണ് അനുമോൾ ഫാൻസ് ആയിരിക്കും എന്നുള്ളത്. അതിന് 17.1K ലൈക്ക് കിട്ടിയിരിക്കുന്നു എങ്കിൽ ആലോചിച്ച് നോക്കണം, അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തൊരു കാര്യം എത്രമാത്രം അപഹാസ്യമായിട്ടുള്ള മോശമായിട്ടുള്ള പരാമർശമാണെന്ന്. അനുമോൾ കുടുംബ പ്രേക്ഷകർ എന്നുള്ള കാര്യം എപ്പോഴും ഒരു കാർഡായിട്ട് ഇറക്കി കളിക്കുകയാണ്. അതായത് ഒരു സീരിയൽ പ്രേക്ഷക, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ വളരെയധികം സാധാരണ ഒരു പ്രദേശത്ത് നിന്നൊക്കെ വന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടി. ഞാൻ അനുമോളുടെ തുടക്കത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അനുമോളുടെ ഈ ആക്ടിനെ മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളത്. അത് ഇനി അനുമോൾ അത് മാറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയാം. എനിക്ക് വ്യക്തമായിട്ട് ഇവരോട് ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നും എനിക്ക് ഇവർ ആരോടുമില്ല. പക്ഷേ ആ ഒരു ആക്ട് തെറ്റ് തന്നെയാണ്. അനുമോൾ ചെയ്ത ആക്ട് തെറ്റാണ്. ലാലേട്ടനും ബീബിയും അത് പരമാവധി ആ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അനുമോൾ അതിനകത്ത് ആ ഒരു സ്റ്റാൻഡ് ഉറച്ചു നിൽക്കുന്നത് അനുമോൾ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യം ഞാൻ വെച്ച് പറയാം. 70 ഡേയ്സിനപ്പുറം അനുമോൾ ആ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യമാണ്. 70 ഡേയ്സിനപ്പുറം ബിഗ് ബോസിൻ്റെ അകത്ത് അനുമോൾ ഉണ്ടെങ്കിൽ ഭാഗ്യമാണ്. മിക്കവാറും ഈ സീസണിൻ്റെ അകത്തും അനുമോൾ എന്നുള്ളൊരു വ്യക്തി പരമാവധി ഇനി ഇപ്പോൾ ഉള്ളതിൻ്റെ അപ്പുറം പരമാവധി വോട്ടും പരമാവധി സപ്പോർട്ടും ഒക്കെ നേടും എന്നുള്ള കാര്യം കൂടെ ഞാൻ അടിവരയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ അനുമോൾ ഈ ബിഗ് ബോസ് സീസണിൻ്റെ 7 കപ്പടിക്കും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഒരു 99.99.9 ആ ഒരു പെർസെൻറ്റേജ് മാത്രം ചിന്തിച്ചത്. അതായത് 1% ചാൻസ് പോലും ഞാൻ അതിനകത്ത് കാണുന്നില്ല അനുമോൾ ഈ സീസണിൽ കപ്പടിക്കും എന്നുള്ളത്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത്. അനുമോൾ ഫാൻസൊക്കെ വന്ന് ചിലപ്പോൾ തെറി പറയുമായിരിക്കും, നിങ്ങൾ ചെയ്തോളൂ, നോ ഇഷ്യൂസ്. കാരണം ഇത് കുറേ കാലം കൊണ്ട് കാണുന്നതാണ്. ആ ആക്ട് തെറ്റ് തന്നെയാണ്. ജിസേലിനോട് കാണിച്ചതും ആര്യനോട് കാണിച്ചതും അവരുടെ വ്യക്തിപരമായ അവരുടെ പുതപ്പിൻ്റെ അടിയിൽ അവർ കാണിക്കുന്ന കാര്യം എന്തിനാണ് ഇവർ ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? ഞാൻ പലതും കണ്ടു എന്ന് പറയും. എന്ത് കണ്ടു എന്നാ? അവരുടെ മറയിൽ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചോദ്യം ചെയ്യാനുള്ള അധികാരം ബിഗ് ബോസിനേ ഉള്ളൂ എന്നതിരിക്കെ ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ജീവിതമുള്ളതാണെന്നുള്ള കാര്യമൊക്കെ പറയുക. പിന്നെ തുടക്കത്തിൽ തന്നെ ക്രഷ് ഉണ്ടെന്നുള്ള കാര്യം പറയുക. പിന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള മസ്താനി ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു മോശം പ്രവണത, മസ്താനി നല്ലൊരു ഗെയിം ബിഗ് ബോസിൽ കാഴ്ചവെച്ചു. മസ്താനിയോടും ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പ് തോന്നും, പക്ഷേ മസ്താനി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്നുള്ള ഷോയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. ബിഗ് ബോസ് എന്നുള്ള ഷോ ഒരിക്കലും ഒരു നന്മമര ഷോ അല്ല. ആ ഷോയ്ക്കകത്ത് നന്മയുടെ വിളനിലമായിട്ട് നിൽക്കുന്നവർ പോലും ഗെയിം കളിക്കുകയാണ്. അതേപോലെ തന്നെ പുറത്തു നിന്നും നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്നലെ ലാലേട്ടൻ്റെ എന്നൊക്കെ നല്ല രീതിയിൽ വാങ്ങിച്ചു കൂട്ടിയ ആളാണ് മസ്താനി ഗെയിം കളിച്ചു. അതുകൊണ്ടാണ് മസ്താനി കേൾക്കേണ്ടി വന്നത്. നല്ല ഗെയിം കളിക്കുന്നവർ കേൾക്കും. മസ്താനി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമില്ല, എനിക്ക് മസ്താനി ആക്ടുകളും തീരെ താല്പര്യമുള്ള ആളൊന്നുമില്ല, പക്ഷെ അവർ കളിച്ചു. അതോടൊപ്പം തന്നെ അക്ബർ, എനിക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, ടോപ്പ് 5 അകത്ത് ഉണ്ടാകുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അക്ബർ. ഉറപ്പായിട്ടും കാണും. അപ്പാനി ശരത്ത് പുറത്തേക്ക് പോയി, അപ്പാനി ശരത്തിനെയൊക്കെ പുറത്ത് വിട്ട് ശൈത്യനകത്ത് നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പാനി ശരത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ട് അപ്പാനി ശരത്തിനെ അവിടെ നിർത്താൻ പറ്റും. പക്ഷേ അപ്പാനി ശരത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ബുള്ളിങ് വാക്കുകൾ, അത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തുള്ള പരമാവധി പദപ്രയോഗങ്ങൾ അങ്ങ് നടത്തി നശിപ്പിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇതിന് മുമ്പേ പറഞ്ഞു വിടുമായിരുന്നു. അതിനുള്ള അവസരം കൊടുത്തു, അത് നശിപ്പിച്ച് കൈ കൊടുത്ത ഒരാളാണ് അപ്പാനി ശരത്ത്. അത്രയും മോശമായ വാക്കുകൾ. അത് മസ്താനി പറയുന്നതിനോട് യാതൊരു തെറ്റുമില്ല. അത് ഞാൻ പറഞ്ഞാൽ മസ്താനി നന്നായിട്ട് ഗെയിം കളിച്ചു. മസ്താനി പുറത്തു വന്നു ചില കാര്യങ്ങൾ ഹിൻഡിട്ട് കൊടുത്തു, അവിടെ നല്ലൊരു അടി ഉണ്ടാക്കി. കാരണം ഈ അനുമോൾ ജിസേൽ ആര്യൻ വിഷയം പോലും അവിടെ അനുവിന് കൂടുതൽ കത്തിക്കാനുള്ളൊരു ഒരു ഗ്യാസ് ലൈറ്റ് കൊടുത്തത് ഈ പറഞ്ഞ മസ്താനിയാണ്. അത് മസ്താനിയുടെ ഗെയിമാണ്, നമ്മളത് മനസ്സിലാക്കണം. മസ്താനി ഗെയിം കളിച്ചു, മസ്താനിക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പറ്റി. മസ്താനി നന്നായിട്ട് കളിച്ചു. ഇവിടെ എനിക്ക് ഇതിനകത്ത് മൊത്തത്തിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു പക്കാ ഗെയിമറായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നൊരു കാര്യം, ഇമോഷണലി ആൾ വീക്കാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിന് മുമ്പുള്ള കുറേ അധികം ഞാൻ കണ്ടിട്ടില്ല. അനീഷ് ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ടാസ്കുകളും മറ്റുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ആരുമായിട്ടും അമിതമായിട്ടുള്ള ഒരു അടുപ്പമോ ഒരു അകൽച്ചയോ അധികം ഒരു സംഭവം വെച്ച് പുലർത്താത്ത ഒരാളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അനീഷാണ്. അനീഷ് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ഗെയിമറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്ബർ ഈ അപ്പാനി ശരത്ത് പോയ സമയത്ത് തകർന്നിരിക്കുന്ന സംഭവം അത് ഇമോഷണൽ ആക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് റിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബുള്ളിങ് ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ബി എന്നുള്ള സാധനം മറിഞ്ഞു വരും. ആദ്യം വെറുപ്പുണ്ടാക്കുന്നവരല്ല പിന്നെ മാറി വരും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ആര്യന് എല്ലാവർക്കും വെറുപ്പാണ്. നിങ്ങൾ ഈ സീസൺ തീരുന്ന സമയത്തിൻ്റെ അകത്ത് ഈ ആര്യൻ അവിടെ ഉണ്ടെങ്കിൽ ആര്യൻ്റെ ഈ വെറുപ്പ് ഇതിൻ്റെ പകുതിയിൽ കൂടുതലും കുറഞ്ഞിട്ടുണ്ടാവും. അത് ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം ഇത് ആണ്, അൺപ്രഡിക്റ്റബിളാണ്. ഇതിനകത്ത് ഏറ്റവും നല്ലവരെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പം അത് ഇനി അതങ്ങോട്ട് ആവണമെന്നൊന്നും ഇല്ല. ജിസേൽ എന്നുള്ള സംഭവം ഐഡൻറ്റിറ്റി ഉള്ളൊരു വിമണായിട്ട് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. അവരെക്കുറിച്ച് എനിക്ക് മോശമായിട്ട് എനിക്കും തോന്നുന്നില്ല.
പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ കളി ഇപ്പോൾ ജിഷിനൊക്കെ എന്ത് ചീപ്പ് കളിയാണ് കളിച്ചേക്കുന്നത്. ഇടയ്ക്കൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്തൊന്ന് ഇവൻ മറ്റേ ഡിവോഴ്സ് ആയിട്ടുള്ളവരല്ലേ ഇത് പറയാൻ ജിഷിന് എന്ത് യോഗ്യത ഇരിക്കുന്നു. ജിഷിൻ ഓൾറെഡി എന്താണ് ആ ഒരു പെൺകുട്ടി പേര് പറയുന്നില്ല, അവരുമായിട്ട് ഡിവോഴ്സ് ആയി, അവർ രണ്ട് ലൈഫായി സെപ്പറേറ്റഡ് ആയി. ഇദ്ദേഹം വേറെ വിവാഹം കഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ എന്തോ ഒരു പാർട്ണറുണ്ട്, അവരും പോസ്റ്റൊക്കെ ഇടുന്ന് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തൊരു വ്യക്തി മറ്റൊരാളെ കുറിച്ച് പറയാണ് ഇവൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ലെന്ന്. എത്ര ഉളുപ്പുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് BB ഹൗസിന്. പിന്നെ രേണു സുധിയെക്കുറിച്ച് വരാം. രേണു സുധിക്ക് ഈ പണി പറ്റിയതല്ലെന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ പറഞ്ഞൊരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ്. ഞാനത് തുടക്കത്തിൽ അഥവാ BB ഹൗസിലേക്ക് കയറരുതേ രേണു എന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുള്ളവർക്കറിയാം. അത് അവർക്ക് പറ്റിയ പണിയല്ല. അതിന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെക്കുറിച്ച് ഞാൻ അവരുടെ PR ആണെന്നടക്കം പറഞ്ഞു. അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല. എങ്കിൽ ഇന്ന് അവരോട് പടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ ഒരു കൊണയടിക്കാൻ വേണ്ടി ആർക്കും വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ കാണുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു ഗെയിം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തി അത് അനീഷാണ്. പിന്നെ ബാക്കി ഈ മറ്റേ സമൂഹത്തിൻ്റെ മൊത്തത്തിലൊരു പൊതുബോധത്തിൻ്റെ സൃഷ്ടിയായിട്ട് ഈ BBക്കകത്ത് കൂടുതൽ ആൾക്കൂട്ടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഷാനവാസിൻ്റെ അടുത്തും അതോടൊപ്പം തന്നെ അനുമോളുടെ അടുത്തും ആയിരിക്കും. അക്ബറിൻ്റെ ഗെയിം ബുള്ളിങ് സൈഡിൽ കൂടെ വന്നൊരു ഗെയിമാണ്. അക്ബർ ഇനി എന്തായാലും റിവഞ്ച് മോഡിലേക്ക് മാറും, അത് ഉറപ്പാണ്. അക്ബറിൻ്റെ ആ ഒരു കളിയും അക്ബറും വൈകാതെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ നടക്കും. പിന്നെ അവിടെ നിൽക്കുന്ന ചില വാഴകൾ അതൊക്കെ എന്തിനാണ് നിൽക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവരൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പാനശരത്ത് കയ്യിരിപ്പുകൊണ്ട് പുറത്തേക്ക് പോയ ആളാണ്. പിന്നെ ബാക്കി ഈ അനുമോളുടെ അനുമോൾക്ക് ഗെയിം പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുമോൾ ഗെയിമൊക്കെ ഉണ്ട്. അനുമോൾ അത്ര മോശപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് അല്ല. ഞാനിപ്പോഴും പറയുന്നത് കോൺടാക്സിനെ മാത്രമാണ് ഞാനിപ്പോഴും തള്ളിപ്പറയുന്നത്. ആ കോൺടാക്സിൻ്റെ അകത്ത് വളരെയധികം സദാചാര ബോധമോടുകൂടി ഒരു കുലസ്ത്രീ പരിവേഷത്തോടുകൂടി നിന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ആ സമൂഹത്തിന് അത്ര നല്ല ഗുണകരമായിട്ടുള്ള രീതിയിലുള്ളൊരു ഇത് നൽകുന്ന ആളെ അല്ല അനുമോളുടെ ഒരു സംഭവം. അനുമോൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്കെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശയം കൊടുക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരു സംഭവമൊന്നും അനുമോളിൽ നിന്ന് കിട്ടുന്നില്ല. അനുമോൾ നോക്കുമ്പോഴേക്കും ഒരു സീരിയൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബഹത്തായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. ആ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന പരമാവധി ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് എത്രത്തോളം കണ്ട് വിജയിക്കുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല. മുൻകാലത്ത് അപേക്ഷിച്ച് ഈ സീസണിൻ്റെ അകത്ത് വരുമ്പോഴേക്കും ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ആൾക്കാരുടെ മനോഭാവത്തിൽ തന്നെ അത്രയും വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാത്തിരുന്ന് തന്നെ കാണണം. എനിക്ക് എന്തായിരുന്നാലും ലാലേട്ടൻ്റെ ആ ഒരു പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം മോശമായിട്ടുള്ള പെരുമാറിയ ആൾക്കാരെ കൂടെ അത്രത്തോളം നല്ലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീസൺ അങ്ങോട്ട് ക്ലച്ച് പിടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരത്തെ രേണു സുധിയെ പോകാമെന്നൊക്കെ പറഞ്ഞ് വാക്കൗട്ട് ചെയ്തു, അങ്ങനെ പോയി. അതടക്കം അവർ പറഞ്ഞു എന്നെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുടെ മുമ്പിലേക്ക് എനിക്ക് കുറച്ച് ലാലേട്ടൻ്റെ കൈ പിടിച്ച് പോകണമെന്ന്. ഒരാളുടെ ലൈഫിൻ്റെ അകത്തുള്ള വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ വേണം. ഓക്കെ, ഇനി അടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും അവർ പുറത്തിറങ്ങുന്ന സമയം മുതൽ അടുത്ത് ഇനിയിപ്പോൾ മറ്റേ പള്ളിയിലെ ബിഷപ്പ് മറ്റു ടീംസ് അടക്കം നാളെ മുതൽ തുടങ്ങും ആ വീടും മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായിരുന്നാലും അവരെ കൊത്തിവലിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവരുടെ ഇടയിലേക്ക് നാളെ തൊട്ട് രേണു സുധിക്ക് വീണ്ടും പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് എതിർപ്പായിക്കോട്ടെ അനുകൂലമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. പക്ഷേ എനിക്കിതിനകത്ത് ഇതുവരെ ഈ നിമിഷം വരെ കുറച്ചെങ്കിലും ഒരു ഗെയിമർ എന്നുള്ള രീതി തോന്നിയിട്ടുള്ളത് ആദില എന്ന് പറയാൻ എടുത്ത് പറയാൻ വിട്ടുപോയി. ആദില എന്ന് പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ അനീഷ്. ബാക്കി കാത്തിരുന്ന് തന്നെ കാണണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.